മുന്നണിക്കകത്തുണ്ടായ ഒരു തർക്കം. ആ തർക്കം പരസ്പരം രണ്ട് പാർട്ടികൾ ചേർന്നിരുന്ന് പരിഹരിച്ചു എന്ന് വേണം പറയാനായിട്ട്. ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനമാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. CPI UDF-ലേക്ക് വരുമെന്നും UDF വളരെ വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നുമാണ് UDF-നെ സംബന്ധിച്ചത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമസ്കാരം. PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് തൽക്കാലം മരവിപ്പിക്കുകയാണെന്നാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് CPI-യുടെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇത് CPI-യുടെ വിജയമായിട്ട് കാണാൻ പറ്റത്തില്ല, CPM-ന്റെ വിജയമായിട്ടും കാണാൻ പറ്റത്തില്ല, കോൺഗ്രസിന്റെ വിജയമായിട്ടും കാണാൻ പറ്റത്തില്ല. ഇത് സ്വാഭാവികമായിട്ടും LDF എന്ന് പറയുന്ന ഒരു മുന്നണിക്കകത്തുണ്ടായ ഒരു തർക്കം. ആ തർക്കം പരസ്പരം രണ്ട് പാർട്ടികൾ ചേർന്നിരുന്ന് പരിഹരിച്ചു എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും പല സർക്കാരുകൾക്കും തലവേദനയായിട്ട് മാറാറുണ്ട്. അതായത് ഭരിക്കുന്ന വകുപ്പ് മന്ത്രി ഏതെങ്കിലുമൊക്കെ തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിവിധ പദ്ധതികളിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് അതിന്റെ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം വന്നു ചേരുക ആ ഭരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാരിലായിരിക്കും. അതിനുള്ള ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത ഒരു തീരുമാനം ആണ് എങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഇത് എങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ മന്ത്രി V. ശിവൻകുട്ടിയോട്, അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള K. വാസുകി IAS എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ഒരു ധാരണാപത്രത്തിൽ, അതായത് PM ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളതാവാനാണ് സാധ്യതയുള്ളത്. അതിനുശേഷമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പൊതു ചർച്ചകൾ ഇവിടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നത്. അത് CPI ആ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതിനു മുമ്പ് നമ്മുടെ ബിനോയ് വിശ്വത്തിനും കാനം രാജേന്ദ്രനും മുമ്പ് വെളിയം ഭാർഗവൻ, അതിനു മുമ്പ് ഉണ്ടായിരുന്ന CK ചന്ദ്രപ്പൻ, ഇങ്ങനെ ഉണ്ടായിരുന്ന CPI-യുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഈ CPI-യുടെ നേതാക്കന്മാരൊക്കെ ഈ സമാനമായ രീതിയിൽ LDF ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിമാർ, അതായത് CPM മുഖ്യമന്ത്രിമാർ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ടാണ് CPI CPM-നെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാത്തത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിപ്പോൾ നമുക്കിപ്പോൾ CPI പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് അതൊരു വലിയ വാർത്തയായിട്ട് മാറുന്നത്. ഇതിനു മുമ്പ് LDF ഗവൺമെന്റ് എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളിലും എതിർ പറയിക്കാനുള്ള അവസരങ്ങൾ CPI-ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതവർ മുതലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവർ അത് മുതലാക്കാതെ വരികയും CPI-ൽ നിന്ന് ഒരുപാട് CPI-ക്കാർ CPM-ലേക്ക് പാലായനം ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് ആ പാർട്ടിക്ക് ഒരു നിലപാടില്ലാത്ത ഒരു അവസ്ഥ വരുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്, അല്ലെങ്കിൽ ഏറെ ദയനീയമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വളരെ ദയനീയമായ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ നിന്ന് CPI-യെ സംബന്ധിച്ചിട്ട് പിടിച്ചു കയറാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ പറഞ്ഞ PM ശ്രീയുടെ ഈ വിവാദം എന്ന് പറയുന്നത്. അതിൽ ഒരു പരിധി വരെ അവർക്ക് തങ്ങളുടെ അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലാണ് അവരുടെ ഒരു പെർഫോമൻസ് നടന്നിട്ടുള്ളത് എന്ന് വേണം കരുതാനായിട്ട്. ഇതിനകത്ത് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണെങ്കിലും CPI LDF വിട്ടിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് UDF വൻ ശക്തിയായിട്ട് മാറും എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഈ CPI-യെ സംബന്ധിച്ച് CPI-ക്ക് ഒരിക്കലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം വിട്ടിട്ട് UDF-ന്റെ ഭാഗമാകാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് CPI-യെ സംബന്ധിച്ചിട്ട്. CPI കുറച്ചൊക്കെയെങ്കിലും ഈ CPI-യുടെ പ്രവർത്തകർ കുറച്ചൊക്കെയെങ്കിലും ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് LDF വിട്ടിട്ട് UDF-ന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കത്തില്ല. ഇപ്പൊ അടൂർ പ്രകാശ് CPI-യെ UDF-ലേക്ക് ക്ഷണിച്ചു എന്നൊക്കെയുള്ളത് മണ്ടത്തരമാണ്. അത് CPI അറിയാത്തതിന്റെ പ്രശ്നമാണ്. വർഷങ്ങൾക്ക് മുമ്പ് CPI UDF-ന്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ പിന്തുണയോടുകൂടി ഭരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ CPI-ക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്താണ്? ഒരു 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയമിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഉപസമിതി ഇത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് നോക്കിയതിനു ശേഷം ഇതിനകത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നിട്ടുള്ള, ഇപ്പം മറ്റേന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ സിലബസ് തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് വല്ല സാധ്യതകളും ഉണ്ടോ എന്നൊക്കെയുള്ള വിഷയത്തെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തും. അങ്ങനെ കൃത്യമായൊരു പഠനം നടത്തി അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ സർക്കാർ ഈ കരാറിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള നിയമോപദേശങ്ങൾ തേടും. കാരണം ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു കരാറിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഗൗരവകരമായിട്ട് തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു 7-അംഗ
സമിതിയെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. വി ശിവൻകുട്ടിയാണ് അതിന്റെ കൺവീനർ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ഘടകകക്ഷി മന്ത്രിമാരെയും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ഈ വിഷയത്തിന് കൃത്യമായ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും CPIക്കും അല്ലെങ്കിൽ CPMനും LDFനും സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ചീറ്റിപ്പോയി, ഇപ്പോഴത്തെ ഈ PM ശ്രീ സമരവും ചീറ്റിപ്പോയി. ഇനിയിപ്പോൾ കോൺഗ്രസിന് നെക്സ്റ്റ് എന്താണ് വിഷയം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിൽ പത്രമാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. നാളെയോ മറ്റന്നാളോ ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാവാനായിട്ടുള്ള, പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ ഇന്നത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർക്കും വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ, മറ്റേ വാർദ്ധക്യ പെൻഷൻ 2000 രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് വാരിക്കോരി കൊടുത്തിരിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടി ഇന്ന് 2 ദിവസം കഴിഞ്ഞ് തീയതി പ്രഖ്യാപിക്കുമെന്നും അങ്ങ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രഖ്യാപനമാണ് എന്നതിന് നമുക്ക് തർക്കമൊന്നുമില്ല, അതുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഏത് സർക്കാർ പ്രഖ്യാപിച്ചാലും നല്ലതാണ്. കാരണം ഇലക്ഷൻ കൊണ്ട് അങ്ങനെയുള്ള ഗുണം എങ്കിലും നാട്ടിലുണ്ടാവത്തില്ലേ? ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഗുണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവണമല്ലോ. അപ്പൊ അത് ആ ഒരു വീക്ഷണത്തിൽ നിന്ന്, ആ ഒരു വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്ക് ഇത് വോട്ടർമാർക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണിത്. അതിന് തർക്കമൊന്നും വേണ്ട. ഇലക്ഷൻ ആണ്, ആയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. പക്ഷെ എങ്കിലും ഈ 2000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത്, വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിച്ചതൊക്കെ ഒരുപാട് കുടുംബങ്ങൾക്ക് സഹായകരമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതുകൂടാണ്ട് തന്നെ സ്ത്രീകൾക്ക് 1000 രൂപ അക്കൗണ്ടിലേക്ക്, ഇങ്ങനെ പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കിക്കുക. കാരണം ഈ പ്രഖ്യാപനങ്ങളിലൂടെ UDFന് വിഷയങ്ങളില്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ LDFന്റെ പ്രവർത്തകർ പല വീടുകളിലേക്കും ചെല്ലുന്ന സമയത്ത് അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചില്ലേ, നിങ്ങൾ വെള്ളക്കരം വർദ്ധിപ്പിച്ചില്ലേ, നിങ്ങൾ ലാൻഡ് ടാക്സ് വർദ്ധിപ്പിച്ചില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങളെ ഒന്നും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനോ സമരം ചെയ്യാനായിട്ടോ UDFന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ, വാർദ്ധക്യ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF ഇന്നേ വരെ എന്തെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ? ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് പോയി പിന്തുണ കൊടുത്തതല്ലാതെ ഈ ആശാ വർക്കർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബെനിഫിറ്റ് അനുവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണമോ, ആ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് കിടക്കുന്ന സമയത്ത് അവിടെ പോയി കുറച്ച് കോലാഹലങ്ങളൊക്കെ കാട്ടിക്കൂട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സമരമോ കാര്യങ്ങളോ എന്തെങ്കിലും അവർ ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വിഷയമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കാരണം CPI UDFലേക്ക് വരുമെന്നും UDF വളരെ വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നുമാണ് UDFനെ സംബന്ധിച്ചത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയാലും വരും ദിവസങ്ങൾ ത്രിതല പഞ്ചായത്തിലേക്ക് കടക്കുകയാണ്. CPIയും CPMും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള റിപ്ലൈ ആണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. PM ശ്രീ വഴിയായിട്ട് കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടുമോ, SSKയിൽ ലഭിക്കാനുള്ള പണം കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും.